ഹരിതവീഥി. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹരിതവീഥിയിലേക്ക് സ്വാഗതം. എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരപ്പൂപ്പൻ സാധാരണ നിലയ്ക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യുമായിരിക്കും? ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ അധ്വാനിച്ച ശേഷം ബാക്കി കാലം മക്കളുടെ പരിരക്ഷയിൽ വിശ്രമിച്ച് കൊച്ചുമക്കളെയൊക്കെ ലാളിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടും അല്ലേ? പക്ഷേ പരിയാരം പാച്ചേനിയിലെ മുതിർന്ന കർഷകൻ ശ്രീ KM നാരായണേട്ടന്റെ ദിവസം പുലരുന്നത് വയലിലാണ്. അസ്തമിക്കുന്നതും അതെ. ഓർമ്മ വെച്ച നാൾ മുതൽ കൃഷിയിൽ സജീവമായ നാരായണേട്ടന് 72-ാം വയസ്സിലും ശാരീരിക അവശതകൾ ഏറെയുണ്ടായിട്ടും കൃഷിയിൽ നിന്ന് പെൻഷൻ പറ്റാറായിട്ടില്ല. ചെറിയ പ്രായവും പൂർണ്ണ ആരോഗ്യവുമുള്ള മേലനങ്ങാൻ മനസ്സില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കണേ. കേൾക്കാം. 72-ാം വയസ്സിലും വയലിൽ സജീവം പരിയാരം പാച്ചേനിയിലെ ശ്രീ KM നാരായണൻ എന്ന മുതിർന്ന കർഷകന്റെ കുടുംബ കൃഷി വിശേഷങ്ങൾ. പാച്ചേനി വയലില് ഒന്നാം വേള നെൽകൃഷി ചെയ്തൊഴിഞ്ഞ് അവിടെ പച്ചക്കറി ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ്. അപ്പൊ KM നാരായണേട്ടന്റെ ഒരു കൃഷിസ്ഥലത്ത് മണ്ണില് കുമ്മായമൊക്കെ ഇട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. പച്ചക്കറിയുടെ തുടക്കമാണ്. വിത്തുകളൊക്കെ സ്റ്റോക്കാണോ, തൈകളെ സ്റ്റോക്കാണോ, എങ്ങനെയാണ്? വിത്തുകളെല്ലാം നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്നതാണ്. ഈ കടയിൽ ഈ മറ്റേ വിത്ത് അതെ, അതെല്ലാം കഴിഞ്ഞ ഇവിടെ കൊല്ലത്തിൽ അങ്ങനെ ചെയ്യല്. അത് കൃഷി വന്നവര് വന്ന് നോക്കലുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഏതൊക്കെ തൈകൾ വാങ്ങി വെച്ചിട്ടുണ്ട്? ഇപ്പൊ വീട്ടില് റെഡി ആയിട്ട് വെച്ചേക്കണോ? ഇപ്പൊ നാളെ മറ്റന്നാളേക്ക് മുള വരണം. വിത്തിട്ടിട്ട് മുളപ്പിക്കണോ? അതെന്താ വെച്ചാല് മുളക്കാതുണ്ട്. നമ്മൾ നട്ടാൽ ഒന്നരാഴ്ചയിലും പിടിക്കുന്നതുണ്ട്. അത് നമ്മൾ മുൻകൂട്ടി വെള്ളത്തിലിട്ടിട്ട് മുളക്കൂല. കയ്പ, പടവളം, പിന്നെ ചെരങ്ങ, ഇങ്ങനത്തെ വിത്തൽ മറ്റെല്ലാം പേര് മുളക്കും. അല്ല, അപ്പൊ തൈയല്ല, വിത്ത് മുളപ്പിക്കാണ്. ഹൈബ്രിഡ് വിത്ത് വാങ്ങിയിട്ട് മുളപ്പിക്കാണ്. അതെ, അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ വിചാരിച്ചു തൈയാണെന്ന്. തൈ മേടിച്ചാലൊന്നും ഒന്നും ശരിയാവില്ല, അതെന്തെല്ലോ ആയിരിക്കും. അപ്പൊ ഇപ്പൊ ഏതൊക്കെയാണ് മുളച്ച് നിക്കണത്? ഇപ്പൊ ഏതൊക്കെയാ അങ്ങനെ തൈ അർജന്റ് ആയിട്ട് നടാൻ പോകുന്നത്? ഏതൊക്കെയാ? മിന്നാന്ന് നമ്മള് വെള്ളത്തിലിട്ട് ഇനിയിപ്പോ ഞായറാഴ്ച നടാനാവൂല്ലോ. നമ്മളിപ്പോ സംസാരിക്കണത് ഒരു ബുധനാഴ്ചയാണ് അല്ലെ? അപ്പൊ വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ച നടും അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടെ? എത്ര സ്ഥലമുണ്ട് ഇവിടെ? 1 ഏക്കറിലധികം ഉണ്ട് കൃഷിക്ക് മാത്രം. ഈനിൽ മാത്രം ഉഴുന്നുണ്ട്. അപ്പുറം ഇതെല്ലാം കൂടി ഇങ്ങനെ നമ്മളങ്ങനെ ഇതായിട്ട് ചെയ്തു. ഈ 1 ഏക്കറിൽ മൊത്തം പച്ചക്കറിയാണോ ചെയ്യാൻ പോണത്? ഇത് പച്ചക്കറിയാ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇപ്പൊ? നമ്മളൊരു പ്ലാൻ ആക്കുമല്ലോ, ഇന്ന ഭാഗത്ത് ഇന്നത്. ഇപ്പൊ റോഡ് സൈഡിലൊരു ഭാഗത്ത് അവിടെ എന്തായിരിക്കും? കയ്പ, വെണ്ട, പയറ്, പടോളം, താലോലി, ഇങ്ങനെയെല്ലാം പല ഐറ്റംസ് ഉണ്ട്. പിന്നെ ചീര, പിന്നെ കുമ്പളം, മത്തൻ, ഇത് ഒരു വകയിലെ പച്ചക്കറിയെല്ലാം ഉണ്ട്. എല്ലാത്തിന്റെ പേര് പറഞ്ഞല്ലോ. മുളകുണ്ടോ? ആ, മുളകും ഉണ്ട്. ചീരയില്ലേ? അപ്പൊ ചീരയുണ്ട്. ഇതെല്ലാം ചീരക്കാണ്, ഈ കളാക്കിയതാ. ഞാൻ ചോദിക്കട്ടെ, നാരായണേട്ടൻ എത്ര പ്രായം? എനിക്ക് 72 വയസ്സായി. 72? അപ്പൊ ഇപ്പോഴും പണിയെല്ലാം എടുക്കും? പണിയെടുക്കാണ്ട് ജീവിക്കാൻ കഴിയാ. നമുക്ക് വേറെ ഒന്നും വരുമാനമൊന്നുമില്ല. ഇപ്പൊ ഇതിനെ കൊണ്ടെല്ലാം ഇങ്ങനെ പോകും. അങ്ങനെയല്ല നാരായണേട്ടാ ഞാൻ ചോദിച്ചത്. സഹായിക്കാൻ ഭാഗത്ത് നിങ്ങൾ ഇലിയ ഭാഗനെ കാണും. അവിടെ ഒരു അവിടെ ഞാൻ വർഷത്തിലേക്ക് കൃഷി ചെയ്യുന്നു. 72 വയസ്സിലും ഈ നാട് മുഴുവൻ നടന്ന് കൃഷി ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യാ, ജീവിക്കണ്ടേ? മുട്ടുവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാനില്ല. എന്നാലും ഡോക്ടറെ കണ്ടൊന്നുമില്ല. ഡോക്ടർ ഒന്നും കണ്ടിട്ട് ഫലമില്ല. തേയ്മാനം വന്നിട്ട് ഉള്ള കാലം മുഴുവൻ അധ്വാനിച്ച ജീവിതല്ലേ? അതങ്ങനെല്ലാം ചെയ്തു തരുന്നു ഇങ്ങനെ. അല്ല, എന്നാലും ഞാൻ ചോദിച്ചത് അതല്ല, സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോന്നാ ചോദിച്ചത്. സഹായിക്കാൻ ഭാര്യയുണ്ട്. ഓക്ക് കഴിഞ്ഞ ഈടെ ചെയ്യുമ്പോൾ തന്നെ അന്നേരം എന്തോ ഒരു അസുഖം, എന്തോ ഒരു അണുബാധ കയറിയിട്ട് വളത്തിലോ എന്തോ പറ്റി, കാലുമല്ലോ അല്ല ബ്ലഡിൽ. അങ്ങനെ ഇപ്പം കുറേ ഇങ്ങനെ സുഖമായിട്ട് നിൽക്കുന്നു. അത്രയുള്ളൂ.
അപ്പൊ ഇപ്പൊ നാരായണേട്ടൻ ഒറ്റയ്ക്ക് വേണ്ടേ ഇത് മുഴുവൻ ചെയ്യാൻ? വൈഫിന് വയ്യാതിരിക്കും. അതല്ല അത് പിന്നെ ഇടയ്ക്ക് നന്ന പണി വരുമ്പം ആരെയും കൂട്ടും. ഈ 1 ഏക്കർ വൃത്തിയാക്കിയത് എങ്ങനെയാ? മെഷീൻ വെച്ചിട്ടാണോ? മറ്റേ ട്രാക്ടർ കൊണ്ട് ഇത് പൂട്ടിയിട്ടു. അത് കൃഷിഭവന്റെ ആണോ അതോ കർമ്മസേനയുടെ ആണോ? കൃഷിഭവന്റെ അല്ല, മറ്റേ വീടില്ല, നാട്ടിലില്ല ആളാണ്. ട്രാക്ടർ സ്വന്തമായിട്ടുള്ള ഒരാള് അല്ലേ? ആ. എത്ര 1 ഏക്കറിലേക്ക് എത്ര കൊടുക്കേണ്ടി വന്നു ഈ ട്രാക്ടറിന്റെ പണിക്ക്? ട്രാക്ടറിന് ഈ പ്രാവശ്യം 3000 രൂപയോളായി. ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞല്ലോ. ഒറ്റ ദിവസം കൊണ്ട്. അപ്പൊ അതിനുശേഷം ഈ ട്രാക്ടർ കൊണ്ട് ഉഴുതതിന് ശേഷം ഇപ്പം കുമ്മായം ഇട്ടിങ്ങനെ തയ്യാറാക്കി വെച്ചേക്കണം. ഈ കുമ്മായത്തിനൊരു കണക്കുണ്ടോ? ഇത്ര ഏക്കറിലേക്ക് ഇത്ര കുമ്മായം അങ്ങനെയാണോ? കണക്ക് അങ്ങനെ നമ്മൾ പിന്നെ അതൊന്നും നോക്കില്ല. എന്നാലും കുറേശ്ശെ നമ്മൾ ഒരു ലിമിറ്റിൽ അങ്ങനെ ചെയ്തു വരും. കുമ്മായിട്ടിട്ട് ശരിക്കും ഒരാഴ്ച കാത്തു നിൽക്കണം. 35-40 കിലോളം ഞങ്ങൾ പാറ്റാടും. ഇത് നാരായണൻ തന്നെയാണോ ഇട്ടത്? നമ്മൾ തന്നെ അങ്ങനെ പരത്തിയിട്ടു. കുമ്മായം അത് വാരി ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഇത്രയും ഐറ്റംസ് നമ്മൾ പറഞ്ഞു, അനവധി ഐറ്റം പറഞ്ഞു. ഇത് മുഴുവനും ഇപ്പൊ ഇത്തവണ കുറേശ്ശെ ഇത് ഇത്തിരി ഇതാകുമ്പോ കുറേശ്ശെ വരും. എങ്ങനെ മനസ്സിലായില്ല? ഇത്തിരി സ്ഥലത്ത് എല്ലാം ഒരു 35 സെന്റ് പോലെ ഇങ്ങനെ അങ്ങനെ വരുള്ളൂ. ഈ സ്ഥലം മുഴുവൻ നിറയാൻ മാത്രം ഉണ്ടല്ലോ. അതെല്ലാം ഉണ്ട്. അപ്പൊ ഈ നടല ദിവസം എന്ന് പറഞ്ഞാല് വിത്ത് മുളപ്പിച്ചിട്ട് തയ്യാക്കി വെച്ചു ഞായറാഴ്ച നമ്മൾ നടാൻ പോവാണ്. അപ്പൊ ആ ദിവസം മുളച്ച് ഞാൻ പറഞ്ഞില്ല, എല്ലാം മുളക്കൂല. എങ്ങനെ പെട്ടെന്ന് മുളക്കാതെ ഐറ്റംസ് എല്ലാം വെള്ളത്തിലിട്ട് അത് പോർത്ത് നമ്മളത് ഇത് കെട്ടി വെച്ചാൽ അതിന്റെ ഭാഗത്തിൽ മുള വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നടുന്ന ദിവസം രാവിലെ നേരത്തെ ഇറങ്ങും? ഞായറാഴ്ച എങ്ങനെയാണ് പ്ലാൻ ചെയ്യണം? എത്ര മണിക്ക് ഇറങ്ങണം? എത്ര സമയം കൊണ്ട് നട്ടുതീരും? രാവിലെ എന്റെ വീട് ഇടിയാന്ന്, പിന്നെ സമയം നോക്കില്ല. ഏത് സമയത്തും നേരത്തെ വരുമോ? രാവിലെ. എന്നിട്ട് ഇത് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് നട്ടു തീരുമോ? ഇല്ല, ഒറ്റ ദിവസം കൊണ്ടില്ല. ചിലപ്പോ ഈ മറ്റെല്ലാം മുൻകൂട്ടിട്ട് നടും. അപ്പൊ ആ ഒരു ഞായറാഴ്ച ദിവസം പണി കയറുമ്പോഴേക്കും ശരിക്കും ക്ഷീണാവില്ലേ? 72 വയസ്സില്ലേ? ഇനി എന്തോ പറഞ്ഞിട്ട് എന്നാ വേണ്ട, നമുക്കിപ്പോ അനുഭവിക്കാണ്ട് കഴിയാ. വയസ്സുമായി, പിന്നെ ഇനി കഴിയുന്നൊന്നുമില്ല. പിന്നെ ഇങ്ങനെ അല്ല, ഈ 72 വയസ്സിലും ഇത് കൃഷി കൈവിടാതിരിക്കണമെന്ന് പറഞ്ഞത് എന്തൊരു സന്തോഷമുള്ള കാര്യമാണ് നാരായണേട്ട. ആരോഗ്യം ഉള്ള ആൾക്കാര്, എല്ലാ ആരോഗ്യമുള്ള ആൾക്കാരും ഒന്ന് കുനിഞ്ഞൊരു വിത്ത് നടാൻ മനസ്സില്ലാത്ത കാലത്ത് ചെയ്യാൻ പറ്റുന്നില്ല. മുട്ടെല്ലാം ഭയങ്കര വേദനയാണ്. അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ പോക്ക്. അല്ല, എങ്ങനെയാ? വേറെ എന്തെങ്കിലും ജീവിത വഴി ഉണ്ടായിരുന്നോ? ഒന്നുമില്ലപ്പോ. എപ്പോഴും കർഷകനായിരുന്നു ഓർമ്മ വെച്ച കാലത്തെ? അന്നേരം കുറച്ച് അന്നേരം എന്തെല്ലോ കൂലിപ്പണിക്കെല്ലാം പോകും. അങ്ങനെയെല്ലാം ജീവിതം. കൃഷിയിലേക്ക് മാത്രമായിട്ട് ജീവിതം മാറിയിട്ട് എത്ര കാലമായി? ഇപ്പൊ ഒരു 5-8 കൊല്ലം ഇപ്പൊ ഇത് മാത്രം ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് ജീവിക്കുന്നു. അതിന്റെ മുമ്പ് കൃഷി തീരല്ലേ? അതുണ്ടായിരുന്നില്ലല്ലോ. ഉണ്ട്. കൃഷിയെല്ലാം മുമ്പേ ഉണ്ട്. എന്റെ അച്ഛനും പാരമ്പര്യമാണ്. അങ്ങനെ പറമ്പ് കൃഷിയും കാര്യമെല്ലാം ആയിട്ട് എല്ലാ കൃഷിയും ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു കർഷകന്റെ വീട്ടിൽ എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഭക്ഷണത്തിന് ദാരിദ്ര്യം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ലല്ലോ. ഭക്ഷണം അത് കുറവ് തന്നെയാണ്. ഇപ്പോ നമ്മൾ അറിവിലും മുതൽ അങ്ങനെ പട്ടിണിയൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. ഈ 72 വയസ്സിൽ നാരായണേട്ടൻ ഈ ഇത്രയും വയ്യായകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രയും 72 വയസ്സുള്ള ഒരു സാധാരണ ഒരു വീട്ടില് നമ്മൾ ശരാശരി കാണുകയാണെങ്കിൽ വീട്ടിലിരിക്കും വിശ്രമമായിട്ട്. അത് ഇരിക്കാതിരിക്കണതിന്റെ കാരണം ഇത്രയും നല്ല ഭക്ഷണം അവന ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചതിന്റെ ഗുണം തന്നെയല്ലേ? അതെല്ലാം അങ്ങനെ തന്നെ. പക്ഷെ ഇപ്പൊ കുറച്ച് കഴിയാതായി. ഇപ്പൊ ഒന്നും കഴിയില്ല. എന്തായാലും ഇപ്പൊ ഞാൻ നാരായണേട്ടൻ വിത്ത് മുളപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. നാടൻ വിത്തുകൾ വല്ലതും എടുത്തു വെക്കാറുണ്ടോ? ഇല്ല, എടുത്തു വെക്കല്ല. അതെല്ലാം പണ്ടേ പോയി. ഇവര് ഈ ഹൈബ്രിഡ് വന്ന പിന്നെ അതെല്ലാം പോയി. അതൊരു സങ്കടല്ലേ? നാടൻ ഇനങ്ങളുടെ ഒരു സ്വാദ് വേറെ ആയിരുന്നില്ലേ? അതിന്റെ എന്നാലും മോശമല്ലപ്പോ. ഇതും മോശമൊന്നുമല്ല. അങ്ങനെയാണ്. ഇതിപ്പോ നമ്മള് നട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ തന്നെ ഒരു വരണ്ട പാടമാണ്. ഇനിയിപ്പോ തണുപ്പ് കഴിഞ്ഞ ചൂട് കനക്കുകയാണ്. ഇങ്ങനെ വേണം. ഇപ്പം ഈ അടിയിൽ നിന്ന് നെല്ലം ഉണങ്ങി കിട്ടണം. ഒന്നാം വിള കഴിഞ്ഞതിന്റെ നിലാണല്ലോ. ഈ ഒന്നാം വിള കഴിഞ്ഞിട്ട് വൈക്കോലൊക്കെ ഇവിടെ തന്നെ ഇടുകയാണോ ഉണ്ടായത്? വൈക്കോല് വണ്ടിക്ക് മറ്റേ മൂരുന്ന വണ്ടിയില്ലേ, അതിന് പിന്നെ വൈക്കോലൊന്നും കിട്ടൂല. അത് മഴ വളം പോലെയാവും. ഇല്ല, വയലിൽ പോകും. നമ്മള് അടിവളം ഇപ്പൊ കുമ്മായിട്ടത് കണ്ടു, അല്ലാതെ അടിവളം വേറെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണ്ടോ ഞായറാഴ്ച? ഇല്ല, വേറെ വളമൊന്നുമില്ല. ഇതന്നെ കോഴി വളം ഇടും, മറ്റേ ജൈവ വളവും, പിന്നെ ആളുവളം കിട്ടി ദേശം അതും ഇടും. എവിടുന്നാണ് ഇതൊക്കെ വാങ്ങണത്? ഇതെല്ലാം ഇത് കമ്പനിയിൽ നിന്ന് ഈ കോഴി ഫാമും മറ്റേതെല്ലാം ഇടാൻ പശുക്കളെ പോറ്റുന്നവരുണ്ട്. അവർക്ക് മണി. അപ്പൊ ഈ വളം ഇടാനൊക്കെ ആരെങ്കിലും സഹായത്തിന് കൂട്ടുവോ? അതെല്ലാം ആരും ഉണ്ടാവും. അങ്ങനെ കൂലിക്ക് ആളെ കൊണ്ടുവരും. ഭാര്യ തന്നെ അധികം ഉണ്ടായാലേ. ചേച്ചിക്ക് വയ്യാന്നല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിൽ വേറെ ആരെയും കൂട്ടും. ഒറ്റക്ക് എല്ലാം ആവൂലപ്പോ. അപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മള് നിക്കണ ഈ എന്താ പാച്ചേനി വയലല്ലാതെ വേറെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ? അങ്ങ് അവിടെ വർഷത്തിൽ അവിടെ നിങ്ങൾ ഇതിലെ കൂടി വന്നില്ലല്ലോ. ടേണെങ്കിൽ അങ്ങ് ഒരു കുന്നു കയറിയിട്ട് അങ്ങ് അവിടെ ഇപ്പം കാടായിട്ടാ.
സ്ഥലപ്പേരെന്താ? അവിടെ വീരമുക്ക് എന്ന് പറയും. അവിടെ ഉണ്ടോ? അവിടെ കൃഷിയുണ്ടോ? അവിടെ ഇപ്പൊ ഇല്ല, മുമ്പുണ്ടായിരുന്നു. പരിസരത്തിലുണ്ടായി മഴക്കാല പച്ചക്കറി. അപ്പൊ ഇവിടെ ഈ ഞായറാഴ്ചയോട് കൂടിയിട്ട് ഇവിടെ തൈകൾ നടന്നു. പിന്നെ ഇതിന്റെ എത്ര ഘട്ടമായിട്ട് വളം കൊടുക്കും? ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം. അത് ഇതിന്റെ പുഷ്ടി നോക്കിട്ട് ചെയ്യും. ഇവിടെ പൊതുവെ നല്ല മണ്ണാണോ? എങ്ങനെയാ ഇവിടുത്തെ ഒരു ഔട്ട്പുട്ട് ഫലം എങ്ങനെ കിട്ടാൻ? നമ്മൾ വളം ഇട്ടിട്ട് ഇടാണ്ട് ഒന്നും നന്നാവില്ല. വളം ഇട്ടാൽ നല്ല ഇതാവും. എങ്ങനെ ഇംഗ്ലീഷ് വളമാണോ? ഇംഗ്ലീഷ് വളം കുറച്ച് ഇടും, മറ്റുള്ള വളം തന്നെ അധികം. ഇംഗ്ലീഷ് വളം തീരെ ഇട്ടില്ലെങ്കിൽ ഇത് എണീക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്ന് കൈ പിടിച്ച് എണീപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയിക്കോളും. അതെ, അതാണ്. ഇവിടെ നാരായണേട്ടനല്ലാതെ വേറെ ആരെങ്കിലും ഈ വയലിൽ പച്ചക്കറി ചെയ്യണ്ടോ? ഈടെ ആരും ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ കുറെ സ്ഥലം ഇങ്ങനെ തരിശായിട്ട് കിടക്കണു. അവിടെ നെല്ലുണ്ടായിരുന്നോ? ഇത് അത് കണ്ടില്ല, പൂട്ടിയതിനപ്പുറം തേച്ചും പുഞ്ച ഇപ്പോഴത്തെ മറ്റേ ഇതിന് ചെയ്യുന്ന കൃഷിയാണ്, കൃഷിസ്ഥലമാണ്. അവിടെ ഒന്നാം വേളല്ല ഇല്ല, ആടെ ആരും ചെയ്തില്ല. 2-3-4 കൊല്ലം ഒന്നും ചെയ്യാതെ. അപ്പൊ ഇത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകർക്ക് തീർച്ചയായും ഇതിപ്പോ അതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആരും ആവശ്യക്കാരില്ല. അതാ ഒന്നാമത് താല്പര്യം. നാരായണൻ ഇത്രയെങ്കിലും പ്രായമായില്ലെങ്കിൽ ഒരുപക്ഷെ അവിടെയും കൂടി കൃഷി ചെയ്യുമായിരുന്നു അല്ലേ? എന്നാ ചെയ്യലുണ്ട്. ഞാൻ മുമ്പേ ആടെയെല്ലാം ചെയ്തതാണ്, ഇപ്പം കഴിയില്ല. വീട്ടിലാരൊക്കെയാ ഭാര്യ അല്ലാതെ? ഭാര്യയുണ്ട്, എന്റെ ഇളയ മോനുണ്ട്, 3 മക്കളെ ഉള്ളു. ഇളയ മോൻ ഇപ്പൊ എന്റെ കൂടെയുണ്ട്. അതിൽ 2 കുട്ടികളും ഭാര്യയും. വേറെ ആരും ഇല്ല. മറ്റ് 2 മക്കളുണ്ട്, അവർക്കും ഈ 2 മക്കളും. പെൺകുട്ടികളാ? കല്യാണം കഴിച്ചു കൊടുത്ത? ഇല്ല, കല്യാണം കഴിച്ചില്ല. ഒരുത്തൻ ഇല്ല, ആവുന്നത്ര മൂത്തേന്. അപ്പൊ ശരിക്കും ഇവരൊക്കെ സഹായിക്കാനുണ്ടാവില്ലേ? അവരെല്ലാം സ്കൂളിലെല്ലാം പോകുന്നവരൊന്നും ജോലി ചെയ്യണവരാണ്. സ്കൂളിലെല്ലാം പോകുന്നു. പിന്നെ അവരെ എന്തെല്ലോ പണിക്ക് പോകുന്നതല്ലേ, അവരെ നമുക്ക് വിഷമിപ്പിക്കുന്ന ബുദ്ധിമുട്ടല്ലേ. ഇതിപ്പോ നമ്മളിങ്ങനെ നട്ട് വളപ്രയോഗം കഴിഞ്ഞ് ഇതിന്റെ വിപണി എവിടെയാണ് നാരായണേട്ടാ? ഈടെ തന്നെ ഞാൻ ഈടെ വെച്ചിട്ട് കൊടുക്കും. എന്താ കഴിഞ്ഞ പ്രാവശ്യം റോഡ് സൈഡിലോ? ഈടെ തന്നെ വെച്ചു. അതുമാതിരി ഏർ ചെയ്യുമ്പോൾ ആടെ വെച്ചിട്ട് കൊടുക്കും. കുറച്ചും കൂടെ അങ്ങോട്ട് ഈ പ്രാവശ്യം പോകും. ഇവിടെ ഈ റോഡ് പുതിയ റോഡ് വന്ന പിന്നെ ഇതെല്ലാം വന്ന പിന്നെ ഇവിടെ വെക്കാൻ കഴിയില്ല. ഞാനിപ്പോ ഈ റോട്ടിൽ കൂടെ പോകുന്ന ഒരാളായിട്ട് ആലോചിക്കണം, എന്തൊരു ഭംഗിയായിരിക്കും ഇവിടെ വിളഞ്ഞു നിൽക്കണ കാണാല്ലേ. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് ഇറങ്ങി ചോദിക്കുംല്ലേ? ചോദിക്കും. എങ്ങനെയാ അപ്പൊ തുലാസൊക്കെ ഇവിടെ കൊണ്ടുവരും? എല്ലാം ഉണ്ട്, എല്ലാം റെഡിയാണ്. നിങ്ങൾ കഴിക്കണത് എന്തായാലും നിങ്ങളുടെ അധ്വാനത്തിന്റെ ചോറായിരിക്കില്ലേ? അത് തന്നെ, അധികം അത് തന്നെ. പിന്നെ റേഷൻ കിട്ടുമല്ലോ കുറച്ച്. ഇത്രയും നെല്ല അരി ഉണ്ടാവുമ്പോ എന്തിനാണ്? അത് ഉണ്ടാവും, പക്ഷെ പൂങ്ങി നമുക്ക് വഴിക്കാക്കണങ്ങ് പണി പാടുണ്ട്. അത് ശരിയാണ്. പക്ഷെ ഇവിടെ ഒന്നും ഈ ചെറിയ മില്ലുകളില്ല, മിനി റൈസ് മില്ലൊക്കെ ഉള്ള ആൾക്കാരൊന്നുമില്ല. ഇതെല്ലാം ഉണ്ട്. നമ്മളിത് പുഴുങ്ങണത്തിന് എത്ര വിറക് ഇതെല്ലാം വേണം എന്നറിയാം. അതെല്ലാം ഒരുക്കണം. നമ്മൾ അകലുണ്ട്. കുറെ കാലമായിട്ട് നമ്മൾ അതന്നെ കഴിക്കല് പറ്റണം. പക്ഷെ ഇപ്പം പിന്നെ കുറച്ച് നാളായിട്ട് ഈ റേഷൻ എന്നാ പണി കുറഞ്ഞു കിട്ടിയല്ല. ഇതിപ്പോ സപ്ലൈകോളിന് കൊടുക്കണോ പതിവ്? ഇല്ല, എവിടെയും കൊടുക്കില്ല. അത് അരി എന്ത് ചെയ്യും? വന്നിട്ട് മേടിച്ചിട്ട് പോകും. അപ്പൊ ഇവിടെ നാരായണേട്ടന്റെ വയലില് നെല്ലും പച്ചക്കറിയും ഉണ്ടെന്ന് അറിയുന്ന ഒരു നാടുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സഹായം. അതെല്ലാം അറിയാം. നാരായണേട്ടന്റെ പച്ചക്കറി ആയോന്ന് ചോദിക്കുന്ന അതിന്റെ ഉപഭോക്താക്കൾ ആരൊക്കെയാണ്? അത് മില്ലിന്ന് പണിത് അവര് ചോദിക്കും. അവല് മില്ലുണ്ടല്ലോ, അതാ നെല്ല് പച്ചക്കറിയുടെ. പച്ചക്കറിയുടെ എല്ലാം നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവര് മണി. ഇവിടെ സ്ഥിരം അറിയുന്നവരുണ്ടാവില്ല? അറിയുന്നവര്. നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ അറിഞ്ഞാല് അവര് മേടിക്കാണ്ട് പോകില്ല. എന്താണ് അവരൊക്കെ അഭിപ്രായം? അഭിപ്രായം നല്ല അഭിപ്രായം തന്നെയാണ്. കടയിൽ നിന്ന് വാങ്ങണേക്കാളും. അതെ, അതല്ല. പൈസ ഒന്നും കുറച്ച് കൊടുക്കാൻ അധികം കുറച്ച് കൊടുക്കാനൊന്നും നമ്മളാവൂല. എന്താ വെച്ചാൽ എന്തിനു കൊടുക്കണം? ഇത്രയും അധ്വാനിക്കണതിൽ 72-ാം വയസ്സിൽ എന്തിനു കുറച്ച് കൊടുക്കണം? നല്ല ഭക്ഷണം കയ്യിൽ കൊടുക്കണം, പിന്നെ എന്തിനാ കുറച്ച് കൊടുക്കണേ? അങ്ങനെ പെശകു ആൾക്കാര് അല്ല, അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ അല്ല, ഞാൻ പറഞ്ഞു അഭിപ്രായം. അങ്ങനെ മാർക്കറ്റ് വില തന്നെയാണോ വാങ്ങുന്നത്? മാർക്കറ്റ് വില. മാർക്കറ്റ് വിലയേക്കാളും വാങ്ങാൻ കൂടുതലും അല്ലേ? ശരിക്കും നിങ്ങളുടെ അധ്വാനം, പിന്നെ നിങ്ങൾ സുരക്ഷിത ഭക്ഷണമല്ലേ കൊടുക്കണത്? അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് ഈ ഏകദേശം ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും പറിച്ചിട്ട് ഈ റോഡ് സൈഡിൽ കൊണ്ടുവയ്ക്കും. അത് രാവിലെ വന്ന് തുടങ്ങും ഞങ്ങൾ 2 അയ്യോ, ചേച്ചി കാണായിരുന്നു. ചേച്ചി വീട്ടിലാണല്ലേ? ഓക്ക് സുഖമില്ല, പനി ഇന്നലെ. ഇങ്ങോട്ട് ചേച്ചിക്ക് എത്ര പ്രായമുണ്ട്? ഓക്കും 65 വയസ്സുണ്ട്. നാരായണേട്ടൻ എന്നും തന്റെ താങ്ങും തണലുമായ ഭാര്യയെ പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ ഭാർഗവി ചേച്ചിയെ കാണാനൊരാഗ്രഹം. ചേച്ചി പക്ഷേ പനിക്കിടക്കയിലാണ്. വേണ്ടെന്ന് എത്ര വിലക്കിയിട്ടും ഭാർഗവി ചേച്ചി കൊച്ചുമകൾ ആവണിക്കുട്ടിയുടെ കയ്യും പിടിച്ച് വയലിലേക്ക് വന്നു. 15 വയസ്സിൽ 8ഉം പൊട്ടും തിരിയാത്ത പ്രായത്തിൽ നാരായണേട്ടന്റെ ഭാര്യയായി കല്യാണം കഴിഞ്ഞു വന്ന ഭാർഗവി ചേച്ചി കൃഷിയും ജീവിതവും പഠിച്ചത് നാരായണേട്ടൻ എന്ന കൃഷി ഗുരുനാഥനിൽ നിന്നാണ്. പഠിക്കാനുണ്ട് ഇവരിൽ നിന്നും പലതും.
ചേച്ചി പനിക്കിടയ്ക്ക് എണീറ്റ് വന്നതാണ്. ഇത്രയും ബുദ്ധിമുട്ടിച്ചാലും സോറി കേട്ടോ. എന്തൊക്കെയാണ് നാരായണേട്ടൻ അങ്ങനെ പറയായിരുന്നു, താങ്ങും തണലുമായിട്ട് ചേച്ചിയുണ്ട് കുറെ കാലമായിട്ട് കൃഷിയില്. ശരിക്കും അത് ആസ്വദിക്കുന്നില്ലേ ഈ ജീവിതം? ഇപ്പൊ എന്തൊക്കെ പ്രാരാബ്ധങ്ങൾ ഉണ്ടെങ്കിലും അത് വിഷമമില്ല. ഇതുണ്ടായോണ്ട് നമുക്ക് ഇങ്ങനെ നേരം പോവും ചെയ്യുന്നു, അങ്ങനെ നേരം കൂടുന്നു. ചേച്ചിയുടെ പേര് ചോദിച്ചില്ലേ ഞാൻ? ഭാർഗവി. ഭാർഗവി ചേച്ചി. ചേച്ചിയുടെ സ്വന്തം നാട് എവിടെയാ? കൂവേരി. അപ്പൊ അന്നും അവിടുന്ന് കൃഷി ചെയ്ത് ശീലിച്ചു വന്ന ആൾ തന്നെയാണോ? ഇവിടെ വന്നിട്ട് 15 വയസ്സിലെ വന്നതാണ്. അയ്യോ, 15 വയസ്സിൽ വന്നതാ? 15 വയസ്സിലൊരു കുട്ടിക്ക് കൃഷിയിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാല് ഇറങ്ങിയില്ല മോളെ. എപ്പോഴാണ് ഇറങ്ങിയത്? ആടുന്ന് 2-3 മക്കളുമായി വിഷമായി നാട്ടിപ്പണിക്കെല്ലാം ഇറങ്ങാൻ കഴിഞ്ഞു. പുറത്ത് പണിക്ക് അങ്ങനെ ജീവിക്കാൻ വേണ്ടിട്ട് തന്നെ കൃഷിയിലേക്ക് ഇറങ്ങി. കൃഷിയിലേക്ക് കൊറേ കാലം പഠിക്കാൻ പോയി. നാട്ടിപ്പണി അറിയില്ലല്ലോ. കൂലിയരാണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പഠിക്കാൻ പോയി. പഠിക്കാനായിട്ട് കൂലിയില്ലാണ്ടോ? കൂലിയില്ലാണ്ട് ഞാറ് പൊരിക്കാൻ അറിയണ്ടേ, അവര് തരലില്ല, കൂലി തരലില്ല. എന്റെ ഇവരെ പെങ്ങളുണ്ടായിരുന്നു, ഉറപ്പരം പോവും, ഇങ്ങനെ ഭക്ഷണം ദേശം തരും. അങ്ങനെ കൊറേ പഠിച്ചു. ഇപ്പൊ നല്ല ഉഷാറായി, നാട്ടിലെല്ലാം ഉഷാറായി. നാട്ടിപ്പണിക്ക് വേറെ സ്ഥലത്ത് പോവാറുണ്ടായിരുന്നു? ഇപ്പൊ എപ്പം പോലെ ഇപ്പൊ നമ്മയുടെ കൃഷി ഇറക്കലുണ്ട് നാട്ടുകാട്ടിന്. എന്താ ഇതിനിടയിൽ എന്തോ വയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എന്തോ കുറച്ച് ബുദ്ധിമുട്ടായി? സുഖമില്ല, ഒരു കൊല്ലായി ഞാൻ മരുന്ന് കഴിക്കുന്നു. അപ്പൊ ഇതിപ്പോ നമ്മള് ഞായറാഴ്ച ഇവിടെ നാട്ടിയല്ലേ പച്ചക്കറി? ബാംഗ്ലൂർ പോയിട്ട് 2 പ്രാവശ്യം ഇവിടെ ഇപ്പം കൂട്ടി പോയി. മംഗലാപുരം. അവിടെ ബില്ല് ഹോസ്പിറ്റലിൽ കാണിച്ചു. ഇപ്പം കുറച്ച് വ്യത്യാസമുണ്ട്. ഇന്നലെ എന്തോ ഒരു പനി വന്നു പോയി, അത്രേ ഉള്ളൂ. കുറേശ്ശൂടെ പണിയെടുത്തു. തണുപ്പാണല്ലോ, തണുപ്പും ചൂടുമായില്ലേ, അപ്പൊ ചെറിയൊരു പനി വന്നു. വേഗം നമുക്ക് ഇപ്പം പനി വരുന്നു. അല്ല, ഞായറാഴ്ച ഇപ്പൊ ഇവിടെ നാട്ടിയല്ലേ പച്ചക്കറിയുടെ, അപ്പോഴേക്കും ചേച്ചി ക്ഷീണം മാറിയിട്ട് എണീക്കണ്ടേ? അതന്നെ വിഷമം തന്നെ, മനസ്സുകൊണ്ടില്ല വിഷമം തന്നെ. എന്നാ വേണ്ടത്? അല്ല, നിങ്ങളുടെ മനസ്സിലൊരു കരുത്തുണ്ട്. നാരായണേട്ടൻ അതാ പറഞ്ഞു, വരണോർത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മനസ്സുണ്ടല്ലോ. ഇത് പിന്നെ ഞാൻ ചോദിക്കാം, ചേച്ചീനെ കാണണം എന്ന് പറയാൻ കാരണം നിങ്ങൾ ഇവിടെ വിപണനം ഈ റോഡ് സൈഡിലാണെന്ന് പറഞ്ഞു. അതൊന്ന് പറയൂ, ആ ഒരു കാഴ്ച ഞങ്ങളൊന്ന് കാണട്ടെ. ഏത്? ഇവിടെ റോഡ് സൈഡിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരും റോഡ് വെച്ച് തന്നെ പച്ചക്കറി ഇവിടെ തന്നെ വിൽക്കൽ. ഷെഡ് കെട്ടും, എന്നിട്ട് ഇവിടെ തന്നെ വിൽക്കും നമ്മള്. ഇതിങ്ങനെ വിളിച്ചു പറയണോ പച്ചക്കറി? ഒന്നും പറയണ്ട, ചോദിക്കും. ചീരയിൽ കണ്ട ആള് വന്ന് നല്ല ആളായിരിക്കും, അതിനൊന്നും വിഷമമൊന്നുമില്ല. ഇല്ലാതെ കുറവേ ഇല്ലു, എല്ലാം കയ്യലുണ്ട്. സാധനം ഇല്ലാതെ കുറവേ ഇല്ലു, എല്ലാം കയ്യും. ഒന്നും കെട്ടിക്കിടന്ന അനുഭവം ഇല്ല? ഇല്ല, ഒന്നും ഇല്ല, ഇല്ലാതെ കുറവേ ഇല്ലു. മത്തനെല്ലാം അതിന്റെ ചപ്പ് വരച്ചിട്ട് ആകുന്നറിയും, മത്തന്റെ എല്ലാം. മത്തൻ ചപ്പെല്ലാം നല്ല ഇഷ്ടമാണ് ചിലയാൾക്ക്. പൈസക്കന്നെ വാങ്ങും. ഒരു കെട്ടിന് 20 ഉറുപ്യ. മുമ്പത്തെ കാലം എന്ന് പറഞ്ഞാല് അതൊന്നും ഉപയോഗിക്കില്ല, മത്തന്റെ നരേന്റെ ഉപയോഗിക്കും. ചേച്ചി, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അത് നാരായണേട്ടന് 72 വയസ്സ്. അപ്പം കുറച്ച് വയ്യായികകൾ ഉണ്ടെന്ന് പറഞ്ഞു. കയ്യാണ്ട് തന്നെ ആയി. നല്ല നാരായണേട്ടൻ വളരെ ഊർജ്ജത്തിൽ കൃഷിപ്പണി എടുക്കുന്ന കാലം എത്ര വയസ്സിലായിരുന്നു? 65 വയസ്സിലെ എടുക്കുന്നുണ്ട്. 65 വയസ്സിലാണ് അതിന്റെ ഊർജ്ജകാലം അല്ലെ? 65 അതിൽ നേരത്തെ എടുക്കലുണ്ട്. നാട്ടിപ്പണി എടുക്കുന്നുണ്ട്. പുഞ്ചേരി എല്ലാം 2 വട കൃഷിയെല്ലാം നടക്കലുണ്ട്. ഞങ്ങൾ പയ്യന്നെ 2 പൂവ് കൊടുക്കും, മക്കള് കുറച്ച് സഹായിക്കും, അങ്ങനെയെല്ലാം സഹായിച്ചു. ഒരു മിടുക്കി കുട്ടിയെ കണ്ടല്ലോ, അവളെ എങ്ങനെ പോയി? വന്നേ വന്നേ, വേഗം ഓടി വാ. ഇത് മകന്റെ മോള് അല്ലെ? അമ്മമ്മയുടെ കൂടെ വന്നതാണ്, അച്ഛമ്മയുടെ കൂടെ അല്ലെ? എന്നിട്ടാണ് ഇങ്ങോട്ട് വേഗം വാ. അച്ചാച്ചൻ പറഞ്ഞ് സഹായിക്കാൻ ആരുമില്ലാന്ന്. കന്നൂട്ടിണ്ടാലേന്ന് തൊള്ള പൊളിക്കുന്ന് പുല്ല് പറിക്കണം. വയൽത്തുമ്പിയെപ്പോലെ പാറി കളിച്ചു നടന്ന ആവണിക്കുട്ടിയെ കണ്ടിരിക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് തോന്നുക. കുഞ്ഞുവായിൽ വലിയ വർത്തമാനമാണ് ഈ മിടുക്കിക്ക്. വലുതായാൽ ആരാവണം എന്നൊക്കെ ഇപ്പോഴേ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് ഈ പൊന്നുമോള്. ആവണിക്കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്? 1ാം ക്ലാസ്സിൽ. അച്ചാച്ചൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു എനിക്ക് സഹായിക്കാൻ ആരുമില്ല. പിന്നെ ആവണിയെ കണ്ടപ്പോ പറഞ്ഞു, ഇതാണ് എന്റെ അസിസ്റ്റന്റ്, കൃഷി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു. എന്തൊക്കെ സഹായിക്കും ഇവിടെ വന്നിട്ട് കേക്കട്ടെ? വെള്ളയിക്കാൻ കൂടും, ഞാൻ തീയത്തിക്കാൻ കൂടും, വളം കൊണ്ട് കൊടുക്കാൻ കൂടും, പറിച്ചു കൊടുക്കാൻ നിൽക്കും. അപ്പൊ സ്കൂളിൽ വലിയ കൃഷി താരാണല്ലോ അല്ലെ? നേരെ നിന്നെ ആവണി ചോദിക്കട്ടെ, അച്ചാച്ചനും അച്ഛമ്മയും ഇങ്ങനെ കൃഷി ചെയ്യുമ്പോ രസാണോ പാടത്ത് വന്ന് പണിയെടുക്കാൻ? അതോ വീട്ടില് ഫോണിൽ കളിച്ചിരിക്കാനോ രസം? എനക്ക് കണ്ടത്തിൽ പണിയുന്ന. അല്ല, അത് ചോദിക്കട്ടെ, ആവണിക്ക് വലുതായിട്ട് ആരാവണം? പോലീസും പട്ടാളും. രണ്ടും കൂടി പറ്റില്ല. ഏതാ വേണ്ട, പോലീസാണോ പട്ടാളാണോ? വനിതാ പോലീസാണോ? പട്ടാളം. എന്നിട്ട് അപ്പൊ പട്ടാളക്കാരിയൊക്കെ ആയി പോയി കഴിഞ്ഞാൽ കൃഷിയൊക്കെ മറക്കില്ലേ? ഇല്ല, ഞാൻ ഇവിടത്തേക്ക് വരും. നേരത്തെ റിട്ടയർ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ബാക്കി കൃഷി ചെയ്യും അല്ലെ? അച്ചാച്ചൻ ചെയ്ത വയലില് അല്ലെ? മിടുക്കിയാണ്. ഓളേച്ചിയുണ്ട്.
ചേച്ചിയും കൂടും. ആഹാ, എന്നിട്ടാണ് അച്ചാച്ചനും അച്ചാച്ചൻ എന്നാ പറയാ അല്ലേ, അച്ചാച്ചനും അച്ചമ്മയും പറഞ്ഞ് സഹായിക്കാൻ ആളില്ല. ഇനി അങ്ങനെ പറയാൻ സമ്മതിക്കരുത് കേട്ടോ. അപ്പൊ ഇനിയിപ്പം വീണ്ടും അതേ ചോദ്യം തന്നെ, എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോവാമെന്നാണ്? കഴിഞ്ഞവരെ പോകാന്നല്ല. ഇനിയിപ്പം എത്തുന്നത് എന്നാലും ഞാൻ പറയണത് ഇതാണ്, ഈ 72 വയസ്സിൽ എല്ലാവരും വീട്ടിൽ ഇനി ഒന്നും വയ്യാന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ കൃഷി ചെയ്യുന്നുള്ള എന്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. കഴുകുമ്പോ കേറി രാവിലെ. ഇന്നോ? ആ കഴുകുമ്പോ ഈ കഴുകുമ്പോ കേറി പകുതിക്ക് നിന്നിട്ട് കൊക്കയോണ്ട് ഇറക്ക വച്ചു. അങ്ങനെ ഇവർ തന്നെ പരിക്കല്ലേ. 8 മീറ്ററിലെ കൊക്ക, അതിന്റെ മുകളിൽ കയറിയിട്ട് ഏണി 8 മീറ്ററോളം ഉണ്ടാവും കൊക്ക. അത് കേറിയിട്ട് മുളക് പറിക്കും. വലിയ കഴിഞ്ഞ പേടിയല്ല ഒന്ന് വേണ്ടു. പിന്നെ ഒരാളെ കൂട്ടിയാ കൂലി കൊടുക്കാനില്ല. പേടിയില്ല, ഒരാളെ കൂട്ടിയാ കൊടുക്കാനുണ്ടാവില്ല. അപ്പൊ ഉള്ള വെള്ളം നമുക്ക് കുടിക്കല്ല. എന്തായാലും നിങ്ങളുടെ ഭക്ഷണം, എന്തായാലും നിങ്ങളുടെ അധ്വാനത്തിലുണ്ടായ ഭക്ഷണം, അതിന്റെ സുഖം വേറെ ആർക്കും കിട്ടില്ല. അതന്നെ, അത് ശരി തന്നെയാണ്. നമ്മളെന്നെ നയിച്ചിട്ടുണ്ടാകുന്ന അങ്ങനെ മോശമില്ല, വളവിടുന്നില്ല. എന്തായാലും ആവണിക്കുട്ടി ഞങ്ങൾ ഇനി വീണ്ടും വരുമ്പോഴേക്കും ആവണിക്കുട്ടി കുറച്ചൊരു വലിയ കുട്ടിയായിട്ട് അച്ചാച്ചനെയും അച്ചമ്മയൊക്കെ സഹായിക്കുന്ന കാഴ്ച കാണാൻ പറ്റട്ടെ. ഓക്കെ, ബൈ ബൈ. ഓരഞ്ചാറ് മഴയങ്ങ് പെയ്താലേ കിരട്ടിയിലും വെള്ളവും പുല്ലും ഓടിക്കുവേനും പുല്ലും ഓടിക്കുവേനും. നിരവധി ജീവിതം കണ്ട നാരായണേട്ടൻ 7 പതിറ്റാണ്ടിന്റെ മഴയും മഞ്ഞും വെയിലും കാലപ്പകർച്ചകളും കണ്ടും കൊണ്ടും അനുഭവിച്ച അത്യധ്വാനിയായ കർഷക കാരണവർ. നാരായണേട്ടന്റെ പാതി കർമ്മം ഏറ്റെടുക്കാൻ തന്റെ 15-ാം വയസ്സിലെ പടി കടന്നെത്തിയ ഭാർഗവി ചേച്ചി ചേറിലും ചെളിയിലും കളിച്ചു വളർന്ന് അച്ചാച്ചന്റെയും അച്ചമ്മയുടെയും കൃഷിഗാഥയ്ക്ക് തുടർച്ചയേകേണ്ട കുരുന്ന് കുഞ്ഞാവണി. ഏതാണ്ട് 1.5 ആഴ്ച മുൻപാണ് ഇവരോട് നമ്മൾ സംസാരിച്ചതും യാത്ര പറഞ്ഞിറങ്ങിയതും. ഇപ്പോൾ പരിയാരം പാച്ചേനി വയലിൽ നാരായണേട്ടന്റെ സ്വപ്നങ്ങൾ മുളച്ചിട്ടുണ്ടാകാം, തളിർക്കുന്നുണ്ടാവാം. പൂർണ്ണാരോഗ്യത്തോടെ ഇനിയും ഈ മണ്ണിൽ സമൃദ്ധിയുടെ ഹരിതഗാഥകൾ എഴുതാൻ ഇവർക്കാവട്ടെ. ഇനിയും കണ്ണു തുറക്കാത്ത പലർക്കും പുതിയ ജീവിത പാഠങ്ങൾ പകരാൻ ഇവർക്ക് സാധിക്കട്ടെ. ഇതുവരെ നമുക്കൊപ്പം പരിയാരം പാച്ചേനിയിലെ മുതിർന്ന കർഷകൻ ശ്രീ KM നാരായണൻ, കൂടെ ഭാര്യ ഭാർഗവി, കൊച്ചുമകൾ ആവണി എന്നിവർ. മയ്യണ്ണേ എന്തേരി മയ്യത് ലോകാസാനടുത്തോളീം ലോകാസാനടുത്തോളീം. ആത്തിനുണ്ടോ തെയ്യത്തിനുണ്ടോ കണ്ണുണ്ടോന്നു നോക്കാട്ടെ, തകതാരോ തകതകതാരോ. ആത്തിനുണ്ടോ തെയ്യത്തിനുണ്ടോ കണ്ണുണ്ടോന്നു നോക്കാട്ടെ, കാതോണ്ടൊന്നു കേട്ടാട്ടെ, തകതാരോ തകതകതകതാരോ. കണ്ണുണ്ടൊന്നു നോക്കാട്ടെ, കാതോണ്ടൊന്നു കേട്ടാട്ടെ, കണ്ണുണ്ടൊന്നു നോക്കാട്ടെ, കാതോണ്ടൊന്നു കേട്ടാട്ടെ, ആത്തിന്തോ തെയ്യത്തിനുണ്ടോ തകതാരോ. നാട്ടുമനതിലും ഞാലിക്കണ്ടത്തിലും കൊയ്ത്തുകളി കളിച്ചേ, നാട്ടുമനതിലും ഞാലിക്കണ്ടത്തിലും കൊയ്ത്തുകളി കളിച്ചേ. തെയ്തകതകതാരോ തെയ്തകതകതാരോ
അരിവാൾ പിടിയിൽ പിടഞ്ഞു തെറിച്ചത് പത്തരമാറ്റ് തങ്കത്തിടം കൊണ്ട് കറ്റക്കുറുമ്പാണേ തെയ്തകതകതാരോ അരിവാൾ പിടിയിൽ പിടഞ്ഞു തെറിച്ചത് പത്തരമാറ്റ് തങ്കത്തിടം കൊണ്ട് കറ്റക്കുറുമ്പാണേ തെയ്തകതകതാരോ പട്ടിണിപ്പത്തായ പെറ്റുപെരുക്കിരുകിരം പട്ടിണിപ്പത്തായ പെറ്റുപെരുക്കിരുകിരം കിരുകിരം പുകിലാണേ കിരുകിരം പുകിലാണേ തകതാരോ തകതകതാരോ താരോ തകതാരോ തകതകതാരോ വെളവെത്തറ കതിരെത്തറ പറയെത്തറ പൊലിയെത്തറ വെളവെത്തറ കതിരെത്തറ പറയെത്തറ പൊലിയെത്തറ കളയെത്തറ പതിരെത്തറ കളവെത്തറ തകതാരോ തകതകതാരോ തകതകതകതാരോ വെളവെത്തറ കതിരെത്തറ പറയെത്തറ പൊലിയെത്തറ വെളവെത്തറ കതിരെത്തറ പറയെത്തറ പൊലിയെത്തറ കളയെത്തറ പതിരെത്തറ കളവെത്തറ തകതാരോ മുട്ടൻ മുട്ടൻ മുട പൊലിക്കട കുട്ട നിറയ്ക്കട നിറയ്ക്കട വാരിക്കൂട്ടട നിറപറ കുത്തട കിലുകില വെക്കട ഏറ്റി മറിക്കട നിറപറ കുത്തട കിലുകില വെക്കട ഏറ്റി മറിക്കട മറിക്കട മക്കള് കഞ്ഞി കുടിക്കട്ട് പയ്യ കറ്റട്ട് പഞ്ഞം പോട്ടടാ കുഞ്ഞി മക്കള് കഞ്ഞി കുടിക്കട്ട് ആ കുഞ്ഞി മക്കള് കഞ്ഞി കുടിക്കട്ട് പയ്യ കറ്റട്ട് പഞ്ഞം പോട്ടടാ വിളവിനു വിത്തിനു നീരു പകർന്നു കൊടുക്കടാ തീരാക്കാല പെരുമാളേ തീരാക്കാല പെരുമാളേ തീരാക്കാല പെരുമാളേ ഇന്നത്തെ ഹരിതവീഥി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്. കൂടെ ദീപ കൃഷ്ണൻ.